മിക്കവാറും അമ്മായിയമ്മമാർ മരുമകൻ്റെ അടുത്ത് പല തന്ത്രങ്ങളും വിദ്യകളും ഒക്കെ ഉപദേശിച്ചു കൊടുക്കും. പക്ഷേ ഇങ്ങനൊരു കാര്യം മിക്കവാറും അമ്മായിമാർ ചെയ്യാറില്ല. എന്നാലും ഇവിടെ അമ്മായിയമ്മ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒത്തിരി ഉയരെയാണ്. പ്രശോഭിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രശോഭ്. എനിക്ക് 28 വയസ്സ് കഴിഞ്ഞു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷം മാത്രമേ ആകുന്നുള്ളൂ. സ്വകാര്യ മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. 1.5 വർഷമായി ഞാൻ പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലയിടത്ത് പെണ്ണ് കാണാൻ പോയെങ്കിലും നിരാശയായിരുന്നു ഫലം. കാരണം എൻ്റെ മനസ്സിൽപ്പെട്ടതുപോലെ ഒരു പെൺകുട്ടിയെ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി അഥവാ കണ്ടെത്തിയാൽ അത് നടക്കില്ലാത്ത വിധത്തിലുള്ള പല തടസ്സങ്ങളും. പക്ഷേ കുറച്ചു നാൾ മുമ്പ് ഞങ്ങളുടെ വിവാഹത്തിന് കാരണമായത് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അതിന് പോയി. ആ സമയത്താണ് തിളങ്ങുന്ന കാഞ്ചീപുരം പട്ടുസാരിയൊക്കെ ഉടുത്ത് വെളുത്ത് തൊടുത്ത് പ്രൗഢയായ ഒരു സ്ത്രീ എന്നെ വന്ന് പരിചയപ്പെട്ടത്. മോൻ്റെ പേരെന്താ, എവിടെയാ വീട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഉത്തരം പറഞ്ഞു. ജോലി എന്താ? ഞാൻ പറഞ്ഞു സ്വകാര്യ ജോലിയാണ്. എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. മോൻ്റെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല ആൻറ്റി, ഞാനാണെങ്കിൽ ഒത്തിരി പെണ്ണ് കാണാനൊക്കെ പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? അല്ല, പ്രത്യേകിച്ച് എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. ആ ദേ അവിടെ നിൽക്കുന്നൊരു പെൺകുട്ടിയെ കണ്ടോ, മഞ്ഞ ചുരിദാറിട്ടെ? ഞാൻ പറഞ്ഞു കണ്ടു. ആ, അവൾ എങ്ങനെയുണ്ട്? അതെന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചത്? അല്ല, പൊതുവെന്ന് പറ, സുന്ദരിയാണോ അല്ലയോ, തൻ്റെ കൺസെപ്റ്റിന് പറ്റിയൊരു പെൺകുട്ടിയാണോ എന്നുള്ളത് പറ. ഞാൻ പറഞ്ഞു നല്ലൊരു പെൺകുട്ടിയാണല്ലോ. ആ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, മോൻ്റെ നാളെന്താ? അപ്പോൾ ഞാൻ നാളെ പറഞ്ഞു. ആ എങ്കിൽ ആ പെൺകുട്ടി സുന്ദരിയാണെങ്കിൽ അവളെ ആലോചിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവളെ ആലോചിക്കാം. ഞാൻ പറഞ്ഞു അതാരാ? ആൻറ്റിയുടെ മോളാണോ? അതെ, എൻ്റെ മോൾ തന്നെയാണ്. ഞാനും എൻ്റെ മോൾക്ക് പറ്റിയ അവളുടെ കൺസെപ്റ്റിൽപ്പെട്ട ഒരാണിനെ തേടി നടക്കുകയായിരുന്നു. അവൾ കുറേ ചെക്കന്മാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. പ്രേമിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അവൾക്കില്ല. ഞാൻ പറഞ്ഞതാണ്, എടി നീ ഒരുത്തിനെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവളത് കേൾക്കില്ല. ഞാൻ തന്നെ അവളുടെ കൺസെപ്റ്റിൽപ്പെട്ട ഒരാണിനെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നാണ് അവൾ പറയുന്നത്. ആളിത്തിരി ഓവർ സ്മാർട്ടാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഈ കാര്യത്തിൽ യാതൊരു മിടുക്കുമില്ല. എന്തായാലും മോൻ ഞങ്ങളുടെ വീട്ടിൽ അവളെ ഒന്ന് കാണാൻ വരാമോ, നമുക്കിത് ആലോചിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആൻറ്റി, എൻ്റെ അമ്മയൊക്കെ ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ആ അതിനെന്താ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയും അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റി അവരെ പരിചയപ്പെട്ടു. പിന്നീട് അവരായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകൾ. എന്തായാലും അടുത്ത ഞായറാഴ്ച ഞാൻ പെണ്ണ് കാണാൻ പോയി. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രശ്നവുമില്ല, എല്ലാം കൊണ്ട് ചേരും. അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കല്യാണം ശരിക്കും ഒരു 30 ദിവസം കഴിഞ്ഞപ്പോൾ നടന്നു. കാര്യം അവരും റെഡിയായിരുന്നു. ഞങ്ങളും കല്യാണമൊക്കെ എല്ലാവരോടും പറഞ്ഞ് റെഡിയാക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പെണ്ണ് സെറ്റായാൽ മതി. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. പിന്നെ എൻ്റെ അമ്മായിപ്പൻ ഗൾഫിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം വല്ലപ്പോഴും നാട്ടിൽ വരും. കല്യാണത്തിന് നാട്ടിൽ വന്നിരുന്നു. പിന്നെ 2 മക്കളെയും വളർത്തി പഠിപ്പിച്ച് ഇത്രയും നാളും എല്ലാം മാനം ചെയ്തത് അമ്മായിമ്മയാണ്. ഇഷ്ടംപോലെ ഭൂസ്വത്തുക്കളുണ്ട്. സ്വത്തിൻ്റെ കാര്യത്തിൽ അവരെ വെല്ലാൻ അടുത്തെങ്ങും ആരുമില്ല. അത്രയ്ക്ക് സമ്പന്നയാണ്. എന്നാൽ അതിൻ്റെതായ ജാടയൊന്നുമില്ല. പക്ഷേ കെട്ടിലും മട്ടിലും നടപ്പിലുമൊക്കെ പണമുള്ള ആളാണെന്നുള്ള രീതിയിൽ തന്നെ കാണിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. സ്വർണ്ണം ഇടുക, മേക്കപ്പ് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യും. അത് പിന്നെ അവർക്ക് ഉള്ളത് കൊണ്ടല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും ആളുകളോടൊക്കെ നല്ല സ്നേഹമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവരങ്ങനെ കാണിച്ചു നടന്നെന്ന് പറഞ്ഞാലും ആർക്കും അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയേക്കാൾ എനിക്ക് കൂടുതൽ സഹായവും ആശ്വാസവും എൻ്റെ അമ്മായിമ്മയായിരുന്നു. എൻ്റെ അമ്മ പോലും പല കാര്യങ്ങളിലും ഒരു നിർദ്ദേശമൊന്നും പറയില്ല. അമ്മായിമ്മ അങ്ങനെയല്ല, എല്ലാ കാര്യത്തിലും നല്ല ഗൈഡൻസാണ്. അവർക്ക് പിന്നെ പണം കൊണ്ട് വേണമെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റും. അങ്ങനെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു. വൈഫും ഈ പറഞ്ഞതുപോലെ ഇത്തിരി ഒരു മരങ്കേറിയാണെങ്കിലും എന്നോടുള്ള ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് പ്രശ്നമുണ്ടെങ്കിലും ബാക്കിയുള്ള സമയത്ത് അവൾ സന്തോഷവതി തന്നെ. ഞാനും ഉടനെയൊന്നും കുട്ടികൾ വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാനും ഭാര്യയും വളരെ ശ്രദ്ധിച്ചു. എന്തായാലും 2-3 വർഷമെങ്കിലും അടിച്ചു പൊടിക്കണം. അത് ഞങ്ങളുടെ ഒരാശയായിരുന്നു. അങ്ങനെ തന്നെ പ്ലാനിങ്ങുകൾ മുന്നോട്ട് പോയി. പക്ഷേ കല്യാണം കഴിഞ്ഞ് 7-ാം മാസം എൻ്റെ ജീവിതത്തിൽ ഒരു ടെസ്റ്റ് സംഭവിച്ചു. കാര്യം ഞങ്ങളുടെ ജനറൽ മാനേജർ റിട്ടയറായി. എന്നിട്ട് പുതിയൊരു ജനറൽ മാനേജർ വന്നു. അത് ഒരു സ്ത്രീയായിരുന്നു. ആ പോസ്റ്റിന് പറ്റിയ സൗന്ദര്യവും രൂപവും ഭാവവും സ്വഭാവവും ഒക്കെയുള്ള ആൾ. എല്ലാവർക്കും റെസ്പെക്റ്റ് തോന്നും. അവരെ എല്ലാവർക്കും വലിയ കാര്യവുമായിരുന്നു. ജോലി സമയത്ത് വളരെ സ്ട്രിക്റ്റാണ്.
പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അനുഭാവപൂർവ്വം ലീവോ മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിക്കും. മുമ്പിരുന്ന ജനറൽ മാനേജർ ഇങ്ങനെയായിരുന്നില്ല. കുറച്ച് ഒരു ചൊറിച്ചിലുള്ള ആളായിരുന്നു. ഇവർ വന്നതോടുകൂടി ഓഫീസിൻ്റെ അന്തരീക്ഷം മാറി. ഞങ്ങൾക്ക് വേണ്ടി കുറേയധികം കാര്യങ്ങൾ സ്റ്റാഫിന് വേണ്ടി പ്രത്യേകിച്ച് അവർ ചെയ്തു തന്നു. അതോടുകൂടി മാഡത്തോടെല്ലാവരും കൂടുതൽ റെസ്പെക്റ്റ് കാണിക്കാൻ തുടങ്ങി. ഒരു ദിവസം ദേവിക മാഡം ഓഫീസിൽ വന്ന് എല്ലാവരോടും ചോദിച്ചു, നമ്മുടെ ഇവിടെ ഓഫീസ് ഫങ്ഷൻസ് ഒന്നും നടത്താറില്ലേ? ഉണ്ട് മാഡം, വല്ലപ്പോഴുമൊക്കെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യമായി ഒരു ഫാമിലി മീറ്റ് വെക്കാം. നമ്മുടെ ഫാമിലിയിലെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഫാമിലിയെ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് വൈകുന്നേരം നമുക്കൊരു പാർട്ടി. മദ്യമൊന്നുമില്ല, നല്ല ഭക്ഷണം, അതും കുറച്ച് പാട്ട്, ഡാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, എങ്ങനെ എന്ന് ചോദിച്ചു. എല്ലാവർക്കും സന്തോഷമായി. കപ്പിൾസായിട്ട് വരണം, പിന്നെ അച്ഛനെയോ അമ്മയോ കുട്ടികളെയോ ആരെ വേണമെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതിന് ചിലവൊക്കെ നമ്മുടെ ഫണ്ടിൽ എഴുതിയെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഇവിടെ ആരും നടത്തിയിരുന്നില്ല. നമുക്കത് ആഘോഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിരിവൊന്നുമില്ലാതെയാണ് ആദ്യം ആ ഫംഗ്ഷൻ സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ ഓഫീസിൻ്റെ മുകളിലത്തെ നിലയിൽ തന്നെയായിരുന്നു അതിനുള്ള ക്രമീകരണങ്ങൾ. അങ്ങനെയാണ് ആദ്യമായിട്ട് ഭാര്യയും ഞാനെല്ലാം കൂടെ ഓഫീസിനോടെ വരുന്നത്. വൈഫിനും ആ കൺസെപ്റ്റ് ഒത്തിരി ഇഷ്ടമായി. ഈ ഫംഗ്ഷന് പോകാൻ വേണ്ടി നല്ലൊരു ഷർട്ടും അതും പാർട്ടി വെയർ, പിന്നെ നല്ലൊരു പാൻറ്റും എൻ്റെ ഭാര്യയാണ് സെലക്ട് ചെയ്തത്. അന്നേരം ഇട്ടപ്പോൾ കുറച്ച് ടൈറ്റായിരുന്നു, വേണ്ടാന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞു നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിളാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് ഇട്ടത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു പ്രശ്നം തോന്നി. കാര്യം നല്ല ടൈറ്റാണ്. മുൻവശത്തൊക്കെ എന്തോ എനിക്കൊരു ജാള്യത തോന്നുന്ന രീതിയിൽ. പക്ഷേ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു സൂപ്പറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞെടി ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്ന രീതിയിലാണല്ലോ എന്ന്. അപ്പോൾ എന്നോട് വൈഫ് നുള്ളിക്കൊണ്ട് പറഞ്ഞു, ശ്രദ്ധിക്കട്ടെ, എൻ്റെ ഭർത്താവിനെ കണ്ട് അവരൊന്ന് അസൂയപ്പെടട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾ മാത്രം സെക്സി ആയിരുന്നാൽ മതിയോ ചേട്ടാ, ആണുങ്ങൾക്ക് വേണ്ടേ സെക്സി ലുക്ക്? എടി അത് ശരിയാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരിയാകും, ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ടുണ്ട്. ഉടനെ അമ്മായിമ്മയെ വിളിച്ചിട്ട് അവൾ പറഞ്ഞു, അമ്മേ ഒന്ന് നോക്കിക്കേ, ദേ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ അന്നേരം അവളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അമ്മായിമ്മ വന്നിട്ടും കൊള്ളാടാ, സൂപ്പറായിട്ടുണ്ട്, പഴയ തെലുങ്ക് നടന്മാരുടെ ലുക്കുണ്ടെന്നും. പഴയ തെലുങ്ക് നടന്മാരുടെ ലുക്കോ? എടാ, പഴയ തെലുങ്ക് നടന്മാരാരാണെന്ന് നിനക്കറിയാമോ? ചിരഞ്ജീവി, ബാലകൃഷ്ണ, നാഗാർജുന, വെങ്കടേഷ്, അവരൊക്കെ ഇപ്പോഴും സൗന്ദര്യമുള്ളവരാണ് എന്ന് പറഞ്ഞു. ഓ, അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എടാ, ഞാൻ കുറേ നാൾ ആന്ധ്രാപ്രദേശിലായിരുന്നു, നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് തെലുങ്ക് സിനിമ നല്ല ഇഷ്ടമാണ്. തെലുങ്കൊക്കെ നല്ല പച്ചവെള്ളം പോലെ സംസാരിക്കും. അമ്മ പറഞ്ഞത് ശരിയാണ്, പഴയ തെലുങ്ക് നടന്മാരുടെ ലുക്ക് സൂപ്പറാണ്. എന്തായാലും ഞങ്ങൾ ആ ഫംഗ്ഷന് പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജാള്യത ഉണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാവരും ലുക്കിനെയും ഷർട്ടിനെയും കാഫ് നിന്നിച്ചു, പക്ഷെ ആരും കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, കണ്ടോ, നിങ്ങളെന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാവരും കണക്കാണ്, മറ്റുള്ള ആണുങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയേ, അവർ ഇതുപോലൊക്കെ തന്നെയാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കെന്തോ വലിയ ഇതുണ്ടെന്ന് ഭാവിച്ച് നടക്കാതെ മനുഷ്യ എന്ന് പറഞ്ഞു. ഞാനും ചിരിച്ചു. പിന്നെ മാഡം വന്ന് ഞങ്ങൾ രണ്ടുപേരെയും പരിചയപ്പെട്ടു. 10 മിനിറ്റ് ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല സൗന്ദര്യമുള്ള ഭർത്താവിനെയാണല്ലോ തനിക്ക് കിട്ടിയിരിക്കുന്നതെന്നും. അത് കേട്ടപ്പോൾ ഭാര്യ ലജ്ജിച്ചൊന്ന് ചിരിച്ചു. തിരിച്ചു വന്നപ്പോൾ ഭാര്യ കംപ്ലൈൻറ്റ് പറഞ്ഞു, നിങ്ങൾ സുന്ദരനാണെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ഒരുങ്ങിക്കെട്ടി ചെന്നിട്ടും അവർ സുന്ദരിയാണെന്ന് പറഞ്ഞില്ലോ എന്ന്. ഞാൻ പറഞ്ഞു, നീ ക്ഷമിക്ക്, കാര്യം അവർ ഒരു സ്ത്രീയല്ലേ, സ്ത്രീ സഹജമായ അസൂയ. നിന്നെപ്പോലൊരു സ്വപ്ന സുന്ദരി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അസൂയ തോന്നിക്കണം. അവർക്ക് 10-40 വയസ്സുള്ള സ്ത്രീയല്ലേ, നീ ചെറുപ്പക്കാരിയല്ലേടി എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. ആണോ ചേട്ടാ, പിന്നെ നിന്റെ സൗന്ദര്യം കണ്ട് ഞാൻ ആദ്യമേ മയങ്ങിയിട്ടല്ലേ നിന്നെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളൊന്ന് ഞെളിഞ്ഞിരുന്നു. പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലല്ലേ അവർക്ക് സന്തോഷമാകുകയുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ഭാര്യ നല്ല സുന്ദരി തന്നെയാണ്. മാഡവും നല്ല സുന്ദരിയാണ് കേട്ടോ, അമ്മായിമ്മയും നല്ല സുന്ദരിയാണ്. എനിക്ക് എല്ലാവരെയും നല്ല സൗന്ദര്യമുള്ളവരായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം മാഡം വിചാരിക്കും ഇവരാണ് ശരിയല്ല. ഞാൻ പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നു. അപ്പോൾ മാഡം എന്നെ ക്യാബിന് വിളിപ്പിച്ചു. എനിക്ക് പ്രശ്നമൊക്കെ എന്ന് പറഞ്ഞു. ഞാനിരുന്നു. എന്താ മാഡം? ഇത് ഒഫീഷ്യലൊന്നുമല്ല, ഇന്നലെ കണ്ടപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയില്ല, ഇന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? വൈഫിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് പ്രശ്നത്തിന് എന്തെങ്കിലും അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയില്ല മാഡം. മാഡം മാരീഡ് അല്ലേ? ഞാൻ മാരീഡായിരുന്നു, പക്ഷേ ഇപ്പോൾ ഡൈവേഴ്സാണ്. എനിക്കൊരു പെൺകുട്ടിയാണ് ഉള്ളത്. അവൾ ഊട്ടിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അവളുടെ അച്ഛനും ഒരുപോലെ ചിലവ് എടുക്കുന്നുണ്ട്. പുള്ളി വേറൊരു കല്യാണം കഴിച്ചു. അദ്ദേഹവും തമിഴ്നാട്ടിൽ സെറ്റിൽഡാണ്. മാഡം പിന്നീട് കല്യാണം കഴിച്ചില്ലേ? വിവാഹ ജീവിതത്തോടുള്ള എല്ലാ ഇൻട്രസ്റ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്കിനി വിവാഹമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ സിംഗിളായി ജീവിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ശരിക്കും ഞാൻ സിംഗിളാണ്.
പിന്നെ ഞാനിവിടെ ഒരു ഫ്ലാറ്റ് എടുത്താണ് താമസിക്കുന്നത്. തനിയേയുള്ളൂ. രാവിലെ ഒരു ജോലിക്കാർ വരും, അങ്ങനെയാണ്. പിന്നെ എൻ്റെ വീട് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് അവിടെ പോയി താമസിക്കും. അവിടെ ഇപ്പോൾ അമ്മയും എൻ്റെ ഏറ്റവും ഇളയ സഹോദരനും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. മാഡം ഇനി കല്യാണം കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ? അതെ, കല്യാണം കഴിക്കുന്നില്ല. സ്വതന്ത്രമായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മാഡത്തിൻ്റെ ജീവിതത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞ് ആ സംഭാഷണത്തിന് ഞാൻ വിരാമമിട്ടു. അപ്പോൾ മാഡം പറഞ്ഞു, ഞാൻ ഇന്നലൊരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ ചോദിച്ചു, എന്താ മാഡം? അല്ല, ആ പാൻറ്റ് വല്ലാതങ്ങ് ടൈറ്റ് ആയിരുന്നല്ലേ? ഞാൻ പറഞ്ഞു, ശരിയാ മാഡം, ടൈറ്റ് ആയിരുന്നു. ഞാൻ വൈഫിനോട് പറഞ്ഞതാണ്. പക്ഷേ ടൈറ്റ് ആയിരുന്നെങ്കിലും അതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ബമ്പറും ബോണറ്റുമൊക്കെ നന്നായി ശ്രദ്ധിച്ചു കേട്ടോ. എൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പായുകയായിരുന്നു. മാഡം എന്താ പറഞ്ഞത്? അക്ഷരാർത്ഥത്തിൽ എനിക്ക് ഒത്തിരി എന്തോ ആ സമയത്ത് ഫീലിങ്സ് പോലെ തോന്നി. ഞാൻ മനസ്സിലുള്ളത് അതേപോലെ തുറന്നു പറയുന്ന ഒരാളാണ്. കിട്ടിയാലൂട്ടി, കിട്ടിയില്ലെങ്കിൽ ചട്ടി. നമ്മളുടെ കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്തോ ഫീലിങ്സ് തോന്നി. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിയാമല്ലോ. സ്വതന്ത്രമായ ഒരു വ്യക്തിയാണ്. തൻ്റെ തലവേദനയൊന്നും ഞാൻ ആകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എൻ്റെ സ്വകാര്യമായ താമസ സ്ഥലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടേതായ നിമിഷങ്ങൾ ചെലവഴിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാടുകളില്ലാതെ. അതിന് തയ്യാറാണെങ്കിൽ എന്നോട് പറയണം, അത്രയേ ഉള്ളൂ. അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുമൂലം തനിക്ക് ഒരു കുഴപ്പം ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇപ്പം പറയണ്ട, ഒരാഴ്ചക്കുള്ളിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ശരി മാഡെന്ന് പറഞ്ഞു പോയി. പക്ഷേ ഒരാഴ്ചയായിട്ടും ഞാൻ മിണ്ടിയില്ല. നോ എന്നവർ വിചാരിച്ചോളും എന്ന് വിചാരിച്ചു. അല്ലാതെ എനിക്ക് പേസ് പറയാൻ പറ്റില്ലല്ലോ. ഭാര്യയൊക്കെയുണ്ട്. വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകണ്ട എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു 5 ദിവസം കഴിഞ്ഞപ്പോൾ, ഇനി 2 ദിവസമേ ഉള്ളൂ, എന്താ ഉത്തരവെന്ന്. ഞാനാണെങ്കിൽ ഒരു ദിവസം ഒന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം ഞാൻ ഉത്തരം നോ എന്നെഴുതി അയച്ചു. പിന്നീട് പുള്ളിക്കാരി ഒന്നും മിണ്ടിയില്ല. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സാധാരണ രീതിയിൽ പെരുമാറി. പക്ഷേ പിന്നീട് എനിക്ക് ഓഫീസിൽ ഒത്തിരി പണി വരാൻ തുടങ്ങി. ചിലപ്പോൾ എനിക്ക് ഓവർ ടൈമായി തുടങ്ങി. എൻ്റെ ടേബിളിലാണ് കൂടുതൽ ടാസ്കുകൾ വരുന്നത്. എനിക്ക് മനസ്സിലായി അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. അവസാനം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒത്തിരിയായപ്പോൾ സഹിക്കിട്ട് ഞാൻ ചോദിച്ചു, മാഡം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പ്രതികാരം ചെയ്യുന്നതല്ലേ എന്ന്. അപ്പോൾ അവർ ചോദിച്ചു, അതെ, ആണെങ്കിൽ നിനക്കെന്താ? നിൻ്റെ ഉത്തരം നോ എന്നല്ലേ? നോ എന്നുള്ളവൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. മാഡം, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. ഞാൻ സ്വസ്ഥമായ കുടുംബജീവിതത്തിലേക്ക് ആഗ്രഹിച്ച് നീങ്ങിയതേയുള്ളെന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇവിടെ നിന്റെ കുടുംബജീവിതമൊന്നുമല്ല ഞാൻ ആവശ്യപ്പെട്ടത്. ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് എനിക്കറിയാമല്ലോ. നീ അതിനെക്കുറിച്ച് വലിയ വാചകമൊന്നും അടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എനിക്ക് മറുപടി ഇല്ലായിരുന്നു. പിന്നീട് മിക്കവാറും അവരെന്നെ വിളിക്കും, നീ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ നാളെ അവിടെ പോകണം, ഒരാഴ്ച നിനക്ക് ട്രെയിനിങ് ആണെന്ന് പറയുന്നതിനെ അവിടെ വിടും ഇവിടെ വിടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പലപ്പോഴും വല്ലാത്ത രീതിയിൽ സംസാരിക്കും. എൻ്റെ ആഗ്രഹം ഞാൻ അത് സാധിച്ചെടുക്കും, നീ വരും എൻ്റെ അടുത്ത് എന്നൊക്കെ പറയും. ഞാൻ ചില സമയത്ത് എതിർപ്പ് പറയും, ചില സമയത്ത് പ്ലീസ് എന്ന് പറയും. അവർ അടങ്ങില്ല. എനിക്കാണെങ്കിൽ എൻ്റെ കുടുംബജീവിതത്തിൽ ഉടനെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എനിക്കും മനസ്സുണ്ടായിരുന്നില്ല. ഇങ്ങനെ പലപ്പോഴും തർക്കങ്ങളായി. ഒരു ദിവസം ഞാൻ ഭാര്യയുടെ വീട്ടിൽ നിൽക്കുകയാണ്. അവരുടെ കോൾ വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അതെടുത്തോണ്ട് വീടിൻ്റെ പുറത്തേക്ക് പോയി. എന്നിട്ട് മാറുന്ന്, മാഡം ഇങ്ങനെ കാണിക്കരുത്, മാഡത്തിന് എന്തിൻ്റെ കേടാണ്? മാഡത്തിന് ഇനി ഒരു കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം മാഡം പറഞ്ഞു, കല്യാണമൊക്കെ ഞാൻ കഴിക്കാം, പക്ഷേ കിട്ടേണ്ടത് കിട്ടണം. പിന്നെ ഒന്നും ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ കൊണ്ടു നടക്കാറില്ല. കുറേ കാലം കഴിയുമ്പോൾ നീ തനിയെ സ്വതന്ത്രനാകും. പിന്നെ നിന്റെ പുറകെ ആര് വരുന്നു? പക്ഷേ മോഹം തോന്നിയാൽ അത് നടക്കണം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും തമിഴ് തെലുങ്ക് സിനിമയിലെ വില്ലത്തെ പോലെ തന്നെ അന്ന് ഒരു വാഗ്വാദമുണ്ടായി. അത് ചെറിയ ശബ്ദത്തിലായിരുന്നു. ഞാൻ കട്ട് ചെയ്തു. അവരെന്തോ പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞപ്പോഴുണ്ട് അമ്മായിമ്മ പുറകെ നിൽക്കുന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊന്നുമില്ല, ഓഫീസിലെ ഒരു സ്റ്റാഫിനോട് സംസാരിച്ചതാണെന്നും ഞാൻ കേട്ടു. ആ സ്ത്രീയുടെ ശബ്ദം ഞാൻ കേട്ടു. ഏതാണ് ആ സ്ത്രീ? എന്താണ് പ്രശ്നം? നീ പറഞ്ഞതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റി. ഞാൻ അതിൻ്റെ തൊട്ട് പുറകെ നിൽപ്പുണ്ടായിരുന്നു. നിന്റെ വെപ്രാളവും പരവേശമൊക്കെ ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നു. നിന്നെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഏതെങ്കിലും വീട്ടിൽ പോയി വീണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്കങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല,
കഴിഞ്ഞാൽ എൻ്റെ മോളെ നീ ചതിക്കുകയാണോ? അല്ലമ്മ, എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നീ സത്യം പറഞ്ഞു. എൻ്റെ മോള് പാവമാണ്, അവളെ നീ കണ്ണീര് കുടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞ അതൊന്നും അല്ല കാര്യം. പിന്നെ എന്താടാ നിനക്ക് പറഞ്ഞുകൂടെ? എന്ത് വലിയ കാര്യമാണ് എന്നോട് പറ, ഞാൻ മാനേജ് ചെയ്യാം. ഞാൻ കാണാത്ത ഏതാണ്ട് കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എത്രയും വിശദമായിട്ട് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ബാ നമുക്ക് രണ്ടുപേർക്കും കൂടെ ആ സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോകാം. നടന്നു പോയാൽ മതി. ഞാൻ അവളോട് പറഞ്ഞിട്ട് വരാം, കുറച്ച് സാധനങ്ങൾ മേടിക്കാം. അതിനെ അടയ്ക്കാൻ 1 മണിക്കൂർ കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മായിമ്മയും കൂടെ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞത്. ഓ, ഇത്രയുള്ള കാര്യം, ഇതിനാണോ നീ വലിയ വായിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്നാലും അമ്മയെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായുള്ളൂ. അവരാണെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഞാൻ കാണിക്കുന്നത് വഞ്ചനയല്ലേ? എൻ്റെ ഭാര്യയെ വഞ്ചിക്കുകയല്ലേ എന്ന് ചോദിച്ചു. എങ്കിൽ ഒരു കാര്യം ചെയ്യേ, നീ ആ ജോലി അങ്ങ് ഉപേക്ഷിക്കും. നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം, അതായിരിക്കും നല്ലത്. അയ്യോ അമ്മ, അത് പറ്റില്ല. നല്ലൊരു കമ്പനിയാണ്, എനിക്ക് അവിടുത്തെ ജോലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നീ 2 കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കുന്നത്? ഇതിന് ഒരു പരിഹാരമില്ലേ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, ഒരു മനോഹരമായ പരിഹാരമുണ്ട്, ഞാൻ പറയാം. എന്താ അമ്മ? അവരെ വിളിച്ച് സംസാരിക്കുമോ? ഏയ്, ഞാനെന്തിനാ അവരെ വിളിച്ച് സംസാരിക്കുന്നത്? ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താകാനാ? ഞാൻ ഒരു സ്ത്രീയല്ലേ മോനെ, എന്നെക്കൊണ്ട് അവർക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല. അവരെന്താ ചോദിക്കുന്നത്, എന്താ ആവശ്യപ്പെടുന്നത്, എന്താ ആഗ്രഹം, അത് അവർക്ക് ഞാൻ വിളിച്ചാൽ നടക്കുമോ? അപ്പം അമ്മ പറഞ്ഞു വരുന്നത് എന്താ? ഞാൻ പറഞ്ഞു വരുന്നത് ഒരേ ഒരു കാര്യമാണ്. മനുഷ്യന് യഥാർത്ഥത്തിൽ നിലനിൽപ്പിന് എന്താണോ വേണ്ടത് അതങ്ങോട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. നിനക്ക് ആ കമ്പനിയിൽ നിൽക്കണോ, അല്ലെങ്കിൽ ഈസി ആയിട്ട് അവിടെ ജോലി ചെയ്യണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് അനുസരിക്കുന്നല്ലേ നല്ലത്. അപ്പോൾ അമ്മ പറഞ്ഞത് വഞ്ചിക്കണമെന്നാണോ? എടാ, ഞാനങ്ങ് ചോദിച്ചതേ ഉള്ളൂ, നിൻ്റെ ഒരു സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട്. നിനക്ക് ശരിക്കും എൻ്റെ മോളെ വഞ്ചിക്കണമെന്നില്ല. അപ്പോൾ നീ നല്ലവൻ തന്നെയാണ്. പിന്നെ ആ സ്ത്രീക്ക് നിന്നെ വഞ്ചിക്കണമെന്നോ എൻ്റെ മോളെ വഞ്ചിക്കണമെന്നോ ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? അവർക്ക് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴേക്കും അവർക്ക് പുതിയൊരു പിടിവെള്ളം കിട്ടിക്കഴിയുമ്പോഴേക്കും അവരതിൽ കയറി എവിടെയെങ്കിലും പോകും. വിവാഹം കഴിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ലെന്നാണ് പറഞ്ഞത്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാലും അവരുടെ സൈക്കോ സ്വഭാവം അന്നേരം മാറിയെങ്കിലോ? ഒരു കാര്യം ചെയ്യേ, തൽക്കാലം നീ അവർ പറഞ്ഞതുപോലെ കുറച്ച് നാളൊന്ന് മുന്നോട്ട് പോകൂ. അത് കഴിഞ്ഞിട്ട് അവർ സൈക്കോ സ്വഭാവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ രംഗത്തിറങ്ങാം. അവളേക്കാൾ വലിയ സൈക്കോയാണ് ഞാൻ. എൻ്റെ മുന്നിൽ അവൾ പിടിച്ചു നിൽക്കില്ല. ഇപ്പം ഞാൻ ഇടപെടുന്നില്ല. ഇപ്പം നീ അത് ഡീൽ ചെയ്യേ, എൻ്റെ പൂർണ്ണ സപ്പോർട്ടുണ്ട്. പക്ഷേ എൻ്റെ മോൾ അറിയരുത്, അവൾ ഭയങ്കര സെൻസിറ്റീവാണ് നിൻ്റെ പേരിൽ. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവർ കൊതിച്ച് കാണുമായിരിക്കും. കാണുമ്പോൾ ഒരു കൊതി തോന്നുമല്ലോ. സ്ത്രീകളല്ലേ, ഭർത്താവില്ലല്ലോ. ഭർത്താവില്ലാതെ നിൽക്കുകയല്ലേ. മരുഭൂമിയിൽ ജലസേചന സംവിധാനം ആവശ്യമില്ലാത്ത ആരാ ഉള്ളത്? പിന്നെ സ്ത്രീകളുടെ മനസ്സ് നിനക്കറിയാമല്ലോ. അവർ കൊതിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. മോൻ തൽക്കാലം ആരോടും പറയണ്ട. ഇത് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഡീലിങ്, പിന്നെ നിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഇനി അതല്ല, നീ ജോലി രാജിവെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ. അല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും കോൾ വെച്ച് സംസാരിച്ച് വഴക്കുണ്ടാക്കി ഓവർ ടാസ്കും ടെൻഷനുമായിട്ട് എന്തിനാ ഓഫീസിൽ നീ തുടരുന്നത്? ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കൂ. ഞാൻ പറഞ്ഞത്, നിന്റെ മാഡം പറഞ്ഞതുപോലെ നീ ഒന്ന് കനിഞ്ഞേക്കൂ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഇത്ര നേരമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അമ്മായിമ്മ എന്നോട് അങ്ങനെ പറഞ്ഞു. ആ ബുദ്ധി ഉപദേശിച്ചു തന്നതുകൊണ്ട് പിന്നെ ഞാൻ മാഡത്തോട് പറഞ്ഞു, മാഡം എൻ്റെ ഫാമിലി അറിയരുത്, ഫാമിലി ഒന്നും തകർക്കരുത്. മാഡം പോസിറ്റീവ്നെസ് ഇല്ലാതെ നമുക്ക് ഇത് വളരെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അതല്ലേടാ നിന്നോട് ഞാൻ പിന്നെയും പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കും ത്രില്ലായി. അങ്ങനെയാണ് മാഡത്തിൻ്റെ ഫ്ലാറ്റിൽ ഞാൻ പോകാൻ തുടങ്ങിയത്. മാഡം അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി എപ്പോഴും ഒരു 3 മാസമെങ്കിലും അടുപ്പിച്ച് എനിക്ക് നിൻ്റെ സാമീപ്യം വേണം. പിന്നെ 3 മാസം കഴിയുമ്പോഴേക്കും എൻ്റെ കണ്ണ് മറ്റൊരാളിലാകും. അപ്പോൾ നീ സ്വതന്ത്രനാകും. ഇത് സത്യമെന്നവർ പറഞ്ഞു. എന്തായാലും അവരോട് പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? അങ്ങനെ ഞാൻ മാഡത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന പല വേഷവിധാനങ്ങളൊക്കെ ഇട്ട് ഈ കാര്യത്തിൽ ഒത്തിരി വ്യത്യസ്തതകൾ കൊണ്ടുവരുന്ന ഒരാളാണ്. പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്ത് ഇടയ്ക്ക് ഒന്ന് തുള്ളി. സ്ത്രീകൾക്ക് മാത്രമല്ല സ്നേഹം വേണ്ടത്, പുരുഷന് സ്നേഹം കൊടുക്കണം. പുരുഷനെ സ്ത്രീയും അടിമുടി നോക്കിക്കാണണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ വ്യത്യസ്തമായ രീതികൾ ഏതൊരു പുരുഷനും ആകർഷണം നൽകും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ വഴിയരികിൽ വലിയ കരിമ്പിൻ തുണ്ട് ചക്രത്തിനിടയിൽ പെട്ട് കരിമ്പിൻ നീര്
പിഴിഞ്ഞെടുക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു അവസ്ഥയായിരുന്നു എൻ്റേത്. 3 മാസം എന്ന് പറഞ്ഞെങ്കിലും അത് 4 മാസത്തിലേക്ക് നീണ്ടു. ഇതിനി അവസാനിക്കില്ലേ എന്നെനിക്ക് തോന്നി. അമ്മായിമ്മ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതെന്ന് നിർത്തും എന്നൊന്നും പറയാനും പറ്റില്ല. കുഴപ്പമില്ലെന്ന് പുള്ളിക്കാരി എനിക്ക് അനുവാദം തന്നു, സപ്പോർട്ടുണ്ടല്ലോ. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് 4-ാം മാസം ഞങ്ങളുടെ ഓഫീസിൽ അതീവ സുന്ദരനായ ഒരു ട്രെയിനി, അതും 24 വയസ്സ് പോലുമില്ല, അവൻ ജോയിൻ ചെയ്തു. അതോടുകൂടി മാഡത്തിന് എൻ്റെ മേലുള്ള എല്ലാ പ്രതിപത്തിയും അങ്ങ് നഷ്ടപ്പെട്ടു. അവനായി ടാർജറ്റ്. ഇനി നിനക്ക് ഒരു റോളുമില്ല മോനെ, നീ സ്വതന്ത്രനായിരിക്കുന്നു, നന്ദി എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ മാഡം പുറത്ത് പറയാൻ പറ്റില്ല, അതിനേക്കാൾ മികച്ചൊരു തുക എനിക്ക് അവർ കൈവശം തരികയും ചെയ്തു. എനിക്ക് അതെങ്ങനെ എടുക്കണമെന്ന് പോലും അറിയില്ല. എന്നാലും ഞാൻ ആ കാര്യങ്ങൾ അമ്മായിമ്മയോട് പറഞ്ഞു. അത് നീ കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടേര്, അത് നിനക്കൊരു തുകയാകും. സ്ത്രീകൾ മാത്രം സമ്പാദിച്ചാൽ പോരല്ലോ, പുരുഷന്മാർ സമ്പാദിക്കണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാറ്റിനും എൻ്റെ കൂടെ നിന്നു. പിന്നെ മാഡം എന്നോട് നല്ല പെരുമാറ്റമാണ്. പക്ഷേ മറ്റു പയ്യനുണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനിടയ്ക്ക് വൈഫ് ഞാനും കൂടെ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം രണ്ടറ്റവും കൂടി മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് വലിയ പ്രശ്നം. എങ്കിലും ഏകദേശം പ്രശ്നമില്ലാതെ ഞാൻ മാനേജ് ചെയ്തു. ജോലിയുടെ സ്ട്രെസ്സാണ്, ടെൻഷനാണെന്നൊക്കെ പറഞ്ഞാണ് മാനേജ് ചെയ്തത്. പിന്നീട് 1.5 മാസത്തേക്ക് പ്രശ്നമൊന്നുമില്ല. മാഡത്തിന് കാര്യം, എനിക്ക് എൻ്റെ കാര്യം, അമ്മായിമ്മയ്ക്ക് അമ്മായിമ്മയുടെ കാര്യം. പക്ഷേ ഒരു ദിവസം അമ്മായിമ്മ എന്നെ അമ്പലത്തിൽ പോകാൻ വിളിച്ചു. ഞാൻ കൊണ്ടുപോയി. അന്ന് വൈഫ് വന്നില്ല, അവൾക്ക് അമ്പലത്തിൽ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് മാഡത്തിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മിസ് ചെയ്യുന്നില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്നാലും വേണ്ട, അമ്മ പറഞ്ഞതുപോലെ അത് നല്ലപ്പോൾ നിർത്തിയത് നന്നായെന്ന് പറഞ്ഞു. എന്നാലും അവരുടെ സ്റ്റൈല് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഇപ്പോൾ പറയണോ തിരിച്ചു വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ അമ്മയോട് വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ കൊള്ളാം, അവർ വെറൈറ്റി ആയിട്ട് നിന്നെ ട്രീറ്റ് ചെയ്തു. എന്തായാലും അവരുടെ അത്രയും പഠിപ്പ് എൻ്റെ മകൾക്കില്ല. അവൾ അവരുടെ അത്രയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയുമില്ല. അവളെപ്പോഴും സാധാരണ സ്ത്രീയെപ്പോലെ പോകും. നിൻ്റെ മാഡം അങ്ങനെ ഒരാളല്ല, അത് ശരിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പം എന്തായാലും നിൻ്റെ മനസ്സിൽ ഇത്തിരി പ്രായം കൂടിയ സ്ത്രീകളെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി വന്നു കഴിഞ്ഞല്ലോ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ വന്നു കഴിഞ്ഞു, ഉറപ്പാണ്. അതുമാത്രമല്ല, നീ അത്ര വാശിയൊന്നും പിടിക്കാതെ തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പിന്നെ എനിക്കും എൻ്റെ മോഹങ്ങൾ പൂവണിയിക്കാമല്ലോ എന്ന് പറഞ്ഞു. അമ്മേ, അതേടാ, ഇനിയിപ്പോൾ ഞാൻ പ്രതീക്ഷ വെച്ച കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ. അവർ മോഹിച്ചതുകൊണ്ട് അവർ പറഞ്ഞു, നേടിയെടുത്തു. എനിക്കാണെങ്കിൽ ഡയറക്റ്റ് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ആ സ്ത്രീ രംഗമൊഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ പറയാമല്ലോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൽ നിന്ന് അവഗണന അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. സ്നേഹവും പണവും ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. മറ്റു പല കാര്യങ്ങളും വേണം. ഞാനിതുവരെയും അസ്തമിക്കാത്ത ഒരു സൂര്യനാണ്. അതുകൊണ്ട് നീ വെളിച്ചമെന്നിലേക്ക് കൂടുതൽ ചൊരിയണം എന്ന് പറഞ്ഞു. അമ്മ, അത് ശരിയാകില്ല, രണ്ടാമത് റിസ്ക് ആകുമെന്ന്. എന്ത് റിസ്ക്? ഒരു റിസ്ക്കുമില്ല. നിൻ്റെ മാഡത്തിനടുത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഓക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ കാറിൽ വെച്ച് ഓക്കെ ആകും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ കടന്നു കയറി. ആ സമയത്ത് എനിക്ക് മറുപടി പറയാൻ ഒന്നുമില്ലായിരുന്നു. ആ വലയത്തിൽ ഞാൻ അകപ്പെട്ടു പോയി. പൂവും ചാന്തും സിന്ദൂരവും മാത്രമല്ല, അന്ന് കാറിൽ തീർത്ഥവും ഒഴുകി വീണു. ഇപ്പോൾ ഞാൻ ഇരുവശവും മാനേജ് ചെയ്തുകൊണ്ട് പോന്നു. അതിൽ എനിക്കൊത്തിരി സ്ട്രെസ്സുണ്ട് മാഡം. പക്ഷെ അമ്മാമ്മ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല, ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോകും. അവളെ പറ്റിക്കാൻ എളുപ്പമാണ്. മോളല്ലേ, അഥവാ നീ വേണ്ടെന്ന് വെച്ചാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒരിക്കലും നീ അത് പ്രതീക്ഷിക്കേണ്ടതാണ് അമ്മായിമ്മ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ സ്ത്രീകളുടെ ജീവിതം മാത്രമല്ല, പുരുഷൻ്റെ ജീവിതവും സ്ട്രെസ്ഫുൾ അല്ലേ മാഡം എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ വേണമെങ്കിൽ കിണയിൽ അകപ്പെട്ടു പോകാം. എല്ലാവരും സ്ത്രീകളാണ് സഹതാപം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമാണ് ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് കരുതും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും ഇതുപോലുള്ള സിറ്റുവേഷൻ ഉണ്ടാകാം. പിന്നെ പുരുഷന് സമൂഹത്തിൽ വേറെ രീതിയിലാണ് ആളുകൾ കൽപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. സ്ത്രീകൾക്കാകുമ്പോഴേക്കും അത് ഭയങ്കര സെൻസിറ്റീവ് ആകും. പുരുഷനെല്ലാം മാനേജ് എന്ന് പറയും. പക്ഷേ നല്ല സ്ട്രെസ്സാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ പറഞ്ഞ കഥയിലെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. അത് തുടരുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് റെമഡി പുറത്തുള്ളവർക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം നിങ്ങളുടെ ഭാവി ജീവിതവും ഫാമിലി ജീവിതവും ഒക്കെയാണത്.